നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങളോട് ന്യായമായിട്ടും ഏറ്റവും നല്ല നിലയിലും പെരുമാറണം. അതാണ് ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല മാർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ നീണ്ട 39 വർഷമായിട്ട് സാറുണ്ട്. ഞാൻ തൊട്ട അയൽവാസിയാണ്. അയൽവാസി എന്നല്ല, ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ ഇന്ന് 2 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത്. LDFന്റെ സമീപനം സമ്പത്തുണ്ടാക്കുക, അർഹിക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് വികസനവും കരുതലും എന്നുള്ള മുദ്രാവാക്യം. എന്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മറുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു. ഞങ്ങളുടെ ജനകീയ നേതാവ്, ഞങ്ങളുടെ ജനനായകനാണ് ഞങ്ങളുടെ പ്രിയ ഉമ്മൻചാണ്ടി സാർ. ഞങ്ങളുടെ വലിയ നേതാവ് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് വേണ്ടി ചെയ്യാനുള്ള ധൈര്യം കാണിക്കുകയും ആരെ പേടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ചില വ്യക്തികൾക്ക് വേണ്ടിയല്ല, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അതിന്റെ പ്രയോജനം കിട്ടുന്ന വിധത്തിലായിരിക്കണം, സുതാര്യമായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കാണാൻ വന്ന ആളുകളല്ല, സ്വന്തം വീട്ടിലെ തന്റെ അച്ഛനെയോ സഹോദരനെയോ മകനെയോ ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ജനമാണിത്. വന്നാലും കണ്ടിട്ടേ പോകുള്ളൂ. അത് തീരുമാനിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു നോക്കെങ്കിൽ അവസാനം കാണുന്നത്. അത് എത്ര നാളെ വൈകിട്ട് വരെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും കണ്ടിട്ടേ പോകുള്ളൂ. തങ്ക പോയത് ഇനി രമേശ് ചെന്നിത്തല കൂടെ പോയാൽ ഞങ്ങൾക്ക് ജീവിതമില്ല. എന്നെ നിയോജക മണ്ഡലമായിട്ട് ജനങ്ങളുമായിട്ടും ഒരു ആത്മബന്ധത്തിലേക്കാണ് അയച്ചത്. കാരണം എനിക്കൊരു ഒരിക്കലും തീരാത്ത ഒരു കടപ്പാടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിലായിക്കഴിഞ്ഞാൽ എനിക്ക് അതൊരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അല്പം ഒരു അവസരം എന്നുള്ള നിലയിലല്ല കാണുന്നത്. ഞാൻ വളരെ അസ്വസ്ഥനാകും. എനിക്കെപ്പോഴും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. അത് എന്നെ എതിർക്കുന്നവരായാലും എനിക്ക് വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ്, ഒരു വ്യക്തിയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി കൊള്ളയാണ്, അതിനെ വഴിവെട്ടി തന്നതാണ് നമ്മുടെ കുടുംബനാഥനാണ് ഉമ്മൻചാണ്ടി സാറാണ്. വളരെ ദുഃഖമുണ്ടാ ഒരു കാര്യം. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങളിവിടെ കാണും, തീർച്ചയായിട്ടും കാണും. ഞങ്ങൾക്ക് വേണം, ഞങ്ങളൂടെ മരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാർ. കാരണം ഞാൻ പാർട്ടിക്കാരനല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല. പോകുന്ന വഴി കൈകാടി നിർത്തി അവിടെ നിർത്തിയിട്ട് കണ്ടിട്ട് പോകുന്ന സാറാണ് ഉമ്മൻചാണ്ടി സാറ്. വിളിച്ച നേരത്തെ എന്നെ വിളിക്കാൻ മേലായിരുന്നു, അതും ചെയ്തില്ല. വിളക്കണഞ്ഞെങ്കിലും അണയാതെ നിൽപ്പാണ് ഇന്നാടിന്റെ രാഷ്ട്രീയത്തിന്, വരുംകാല രാഷ്ട്രീയത്തിന്. വിദ്വേഷ രാഷ്ട്രീയ കാലത്തൊരു വഴിവിളക്കായി ചാണ്ടിയോർമ്മയുടെ സ്നേഹജ്വാല. ആൾത്തിരക്കിലാട്ടിയോടിക്കാതെ, മതിലുകെട്ടാതെ, പാറാവുകാരില്ലാതെ ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ച നേതാവേ, 100 പൂക്കൾ, സ്നേഹാദരങ്ങൾ.